അല്ലേ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കേറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഗുണ്ടായാലും ഇത് നോക്കടാ, ഇത് നോക്കടാ. ഈ ലൈവ് വന്നില്ല അളിയാ? ലൈവ് വന്നില്ലേ? ഇല്ല, വന്നായിരുന്നു. ഷെയർ സ്ക്രീൻ ഗൈസ്. സത്യമായിട്ട് ഞാൻ ഈ കണ്ണാടി വെച്ചിരുന്നതല്ല, ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുവോ, മനസ്സിലായോ? ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുവോ. ഉറങ്ങിപ്പോയി. അതിലൊരു എററുണ്ട് ഈ ആ ഫോട്ടോയില്. എന്ത് സിക്സ് പാക്ക് എങ്ങനെ ഒന്ന്? ഇത് ചുമ്മാ ഇത് ഈ കണ്ണാടി എന്റെ മുഖത്ത് കൊണ്ട് വെച്ചതാ ഗൈസ്, സത്യം ഞാൻ പറയാം. ഈ കണ്ണാടി എന്റെ മുഖത്ത് കൊണ്ട് വെച്ചതാണ്, മനസ്സിലായ? എടാ ഇത് ഇന്നത്തെ ഫോട്ടോ ഇതാണ് നമ്മുടെ ആം റെസ്ലിംഗിന് പോണ കുട്ടി, മനസ്സിലായ? ഇതാണ് ആള്. ഇന്ന് നമ്മള് പോയി കണ്ടത് എവിടെയാണ്? അതാരാ ചേട്ടനാണോ? കിക്ക് പാർട്ണർ പ്രോഗ്രാമില് കോൺട്രാക്ടിന്റെ അത്ര സാലറി ഉണ്ടാവുമോ? അതിന്റെ മൂലം എനിക്കത് കഴിക്കാൻ പറ്റൂല. അണ്ണ ചോദിച്ചില്ലേ വാഷ് ചെയ്താൽ പോവില്ലേ എന്ന്. അണ്ണ ഇത് ഫെയ്ഡ് ആവില്ല, പിന്നെ അക്രിലിക് പെയിന്റ് അല്ല, ബ്ലീച്ച് പെയിന്റ് ആണ്. അവൻ നൈസായിട്ട് അതിനകത്തോടെ പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. നീ അത് ഇട്ടേക്കണം, നീ വാഷ് ചെയ്യണ വീഡിയോ കള്ളനാ. കള്ളം പറയണ, കള്ളം. കള്ളം, ഞാനല്ല കള്ളൻ. അവൻ കണ്ടാ വെറുതെ അവൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, വീഡിയോ ഇട്ടില്ല, പ്രൂഫ് കാണിച്ചില്ല. പ്രൂഫ് വേണേ. She experienced 4 different emotions in less than 1 minute. Ummadığında bir güneş parlar bazen. Bitti derken her şeyden gitti derken sabrettim ben. Tam o anda ummadığında bir güneş parlar bazen. Hayat şaşırtır hep zaten. Ben gittim öyle. ഞാനൊക്കെ എപ്പോഴേ ഞാനായിരുന്ന പെട്ടെങ്കിൽ ഞാൻ അവനെ എപ്പോഴും റിജക്ട് ചെയ്തേനെ സ്പോട്ടില്. പിന്നല്ലാതെ Bro, please come with me, bro. I am YouTuber. I need 20 kill. So don't kill bot, bro. I have one challenge, okay? Please accept and hear everyone. Please train on your mic. Please mark bot, okay, bro? Because I have one challenge, bro. 20 kill challenge. Please train on your mic. I will send you GPay for rupees, okay? Everyone, please train on your mic, bro. Please train on your. Okay, bro. Please check my channel also, bro. Please check my channel also, okay? Bro, channel, bro. Sai Poppy, bro. Sai Poppy. So both mark kar do. I have 10k challenge. 20 kill is equal to 10k. Okay, I will send you 1k in GPay. Please check my channel, okay? 1k in GPay. എടാ എന്തൊക്കെ പറഞ്ഞല്ലോ, ട്രെയിൻ യുവർ മൈക്ക്, അതെന്താ പറഞ്ഞേ? Tran your mic, tran. Turn your mic on. Tran ടാ. എടാ എന്തിനാണ് ലാംഗ്വേജ് എന്തിനാ ഉപയോഗിക്കണേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് അവര് മനസ്സിലായി, അതാ അത്രയും മതി. അല്ലാതെ ഗ്രാമറൊക്കെയാണോ വേണ്ടത്? പിന്നെ കാര്യം അത്ര മനസ്സിലായത്. എവിടെ പോലും ജീവിക്കും നമ്മള് മലയാളികൾ, മനസ്സിലായ? അത്രയും മതി, അതിൽ കൂടുതൽ എന്തിന്? അണ്ണാ ദേവൂട്ടിന് വാങ്ങി കൊടുക്കാനാന്ന് പറഞ്ഞ അണ്ണ ന്യൂസ് ആക്കിക്കോ. ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ട് തിരിച്ചതിന് ശേഷം അങ്ങോട്ട് കോരുക. പിള്ളേരെ പേരും പറഞ്ഞ് അപ്പന്മാരൊക്കെ പെട്ടെന്ന് മേടിച്ചു പോണം കേട്ടോ. കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു 2 ടേൺസ് വരൊക്കെ ഇത് മേടിച്ചാ ഞാൻ ദേവൂട്ടന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു ലോറി കൊണ്ടുവരാളിയാ. എനിക്ക് ലോറി അല്ല, എനിക്ക് ബുൾഡോസർ വേണം. അതന്നെ ഇതെടുത്ത് ബുൾഡോസറാ. JCB ഒക്കെ നമുക്കിത് കറക്കാൻ പറ്റും കേട്ടോ. ഈ ഫുൾ ബോഡി നമുക്ക് ആസിക്കാത്ത തന്നെ കറക്കി. നമുക്ക് മെറ്റൽ ബക്കറ്റ് ആണ് ഇത് മെറ്റൽ ബക്കറ്റ് ആണ്. നമുക്ക് ഓണാക്കാൻ ഉണ്ടാവും ഒരു റിയൽ എഞ്ചിൻ പോലത്തെ. നമുക്ക് ഓണാക്കി ഓഫാക്കുകയും ചെയ്യാം. വണ്ടി നമ്മൾ തള്ളി നീക്കാം. ഒരു ഒറിജിനൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് നമ്മുടെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷെ ടോയ് ഗ്രേഡ് ആണെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ്സ് ഓണാക്കാം. എനിക്ക് ഉറപ്പാ ദേവൂട്ടന് ഇത് വേണം. ഇത് ദേവൂട്ടന് വേണം, എനിക്ക് ഉറപ്പാണ്. 100% ഉറപ്പാ. ഇത് ദേവൂട്ടന് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടളിയാ. ഇതിനൊക്കെ എത്ര രൂപയാവും ഗൈസ്? ഓഫാക്കുകയും ചെയ്യാം. അതുപോലെ എഞ്ചിൻ സൗണ്ട് ഓഫ് 5000 രൂപയ്ക്കൊന്നും ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല മോനെ. 5000 രൂപയ്ക്കാ? 5000 രൂപയ്ക്കൊന്നും ഇത് കിട്ടൂല ഇതൊന്നും. മെറ്റൽ എടാ, ഒരു മെറ്റൽ സ്റ്റീൽ കാർ ചെറുതിന് തന്നെ എന്തൊരു വിലയായിരിക്കും. ഇതൊക്കെ 5000 രൂപയ്ക്കൊന്നും കിട്ടൂല. 10 to 20k. എല്ലാ ആംഗിളിലേക്കും നമുക്കിത് ഓടിക്കാൻ പറ്റും കേട്ടോ. അതാ ഉണ്ടോ?
ഇതിന്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പവർ ആണ് ഈ വണ്ടി. എത്ര കാറടാ പുള്ളിയുടെ ബാക്കിൽ ഇരിക്കണേ നോക്ക്. ടേബിൾ വലിച്ചോണ്ട് പോകുന്നുണ്ടോ? നമുക്ക് ഫ്രണ്ട് ടേബിൾ ആണെന്ന് വലിച്ചോണ്ട് പോണം. ഞാനോർത്ത് പുള്ളി വിരൽ വെച്ച് ഇത് കണ്ട നോക്ക്. ഇതിന്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് പുള്ളി അവിടെ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു നിർത്തുക. അപ്പൊ തറയിലിരിക്കുന്ന സർഫസ് ടേബിൾ ആണത് വലിച്ചു നീക്കണം. നോക്കിക്കോ, തന്നെ നല്ല പവർ ആണ് ഈ വണ്ടി. ചെയ്തുണ്ടോ? നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഓടിക്കാം, പിന്നെ ഫുൾ ടൈപ്പ് 4 വീൽ ഡ്രൈവിൽ ഓടിക്കാം, പിന്നെ നമുക്ക് റിയർ വീൽ ഡ്രൈവിൽ ഓടിക്കാം. ഗൈസ്, ഇതാണ് റെലാലോന്റെ MK-07 1/7 സ്കെയില്. ഒരു ഭീകര സാധനമാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിഫറൻഷ്യൽ ലോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ലോക്കേഴ്സ് ടയർ ഞാൻ ഫ്രണ്ടിൽ കുത്തിയുണ്ടോ, ആ ടയർ മാത്രം കറങ്ങുന്നുണ്ടോ. സോ നമ്മൾ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്കർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നീ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കിയാലും സൈസ് കണ്ടാടാ അതിന്റെ. ചുമ്മാ ഒരു രക്ഷയില്ല. ഹൈയും ലോയും ആയിട്ടുള്ള ഒരു 2 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്തുള്ള. ഒരു ലോഡ് ലൈറ്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. 70,000 to 80,000 ആണ് ഇവന്റെ പ്രൈസ്. 70,000 തൊട്ട് 80,000 രൂപ വരെയാണ് ഇതിന്റെ പ്രൈസ്. ഒന്ന് ഒരു സ്കൂട്ടർ വാങ്ങിക്കാം. ആ പൈസയൊക്കെ ഉണ്ടെങ്കിൽ സുന്ദരിനെ പണിയാം. സ്കൂട്ടർ വാങ്ങിക്കാണ് ചെറിയ റേറ്റ് ഒന്ന്. ഇത് ദേവൂട്ടന് ഇഷ്ടപ്പെടും. ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. ഇപ്പൊ 5 മാസമല്ല ആയുള്ളൂ. 6 മാസമൊക്കെ ആവുമ്പോ ഇഷ്ടപ്പെടും, ഉറപ്പാ. 1 മാസം കഴിഞ്ഞ അവൻ എന്തായാലും ഇഷ്ടപ്പെടും. ഉറപ്പ്. ദേവട്ട അതിന്റെ മേളിലിരിക്കും നമ്മൾ ഓട്ടിക്കും. ഏത് 13 വയസ്സുള്ള കുട്ടി രക്ഷിതാക്കളോട് ദേഷ്യപ്പെടും. കാരണം ഇത് കുട്ടി നിങ്ങളെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആണ് നിങ്ങൾ അവന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അതുവരെ കുട്ടികള് അച്ഛന്റെ അമ്മേനെ ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അറ്റൻഷൻ സീക്കിംഗ് ഒക്കെയാണ്. 13 വയസ്സാകുമ്പോൾ അവന്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്ന് അവനൊരു വ്യക്തിത്വം വരും. അപ്പൊ അവന് മനസ്സിലാവും ഇനി ഇവരെ ഒന്ന് സന്തോഷിപ്പിച്ചിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന്. അവൻ അവന്റെ പ്രകൃതം കാണിക്കും, അവന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കും, അവന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കും. അത്രയും കാലം മക്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാതെ അല്ലെ കാണാത്തൊരമ്മ അത് കാണുമ്പോൾ ആകെ തകർന്നു പോകും. അപ്പോഴാണ് അവർ കുട്ടിക്ക് കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ അങ്ങനെ വരുന്ന 99% കേസുകളിലും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരാറ് പാരന്റ്സിനാണ്. 13ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ അപ്പയുടെ മമ്മിയോട് ഞാൻ ഇത് ചിലപ്പോ മേ ബി സയന്റിഫിക്കലി ഇവര് ചിലപ്പോ പ്രൂവണോ വല്ലതും ആയിരിക്കും, എനിക്ക് അറിയണം. പക്ഷെ 13ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ അപ്പയുടെ മമ്മിയോടൊക്കെ ചൂടാവാനും ദേഷ്യപ്പെടാനും പേടിയായിരുന്നു സത്യമായിട്ടും. പിന്നെ എന്നെ അടിച്ച് തേപ്പിക്കൂലേ, ഒരു സംശയമില്ല. എന്നെ അറിയൂലേ വീട്ടില്. അത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ എന്റെ കാര്യം പറയണേ, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. പിന്നെ എന്റെ കൊച്ചിന് 13 വയസ്സായിട്ടില്ല, 5 മാസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞ് വളർന്നു വന്ന് 13 വയസ്സാകുമ്പോൾ ഞാൻ എന്റെ അച്ഛൻ എന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് തരാം. മോനായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ 13ാമത്തെ വയസ്സിൽ എന്റെ അച്ഛനോട് അമ്മയോട് ചൂടാവില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ദേഷ്യം കാണിക്കുകയൊന്നും ഇല്ലായിരുന്നു. അവകാശങ്ങളാണ്. ഈ പെൺകുട്ടികൾ വലിയ കുട്ടിയായാൽ നമുക്ക് അറിയാൻ സംവിധാനമുണ്ട്. അവര് ഋതുവാവും. ആൺകുട്ടികൾ വലിയ കുട്ടിയായോ എന്നറിയാൻ ആകെയുള്ള വഴി ഈ ദേഷ്യം പിടിക്കുക, ശബ്ദത്തില് കുറച്ചുകൂടി സ്വാതന്ത്ര്യം വരിക, ഞാൻ എന്റേത് എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിച്ച് പറയാം, ഫ്രണ്ട്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക, ഉപദേശം ഇഷ്ടമില്ലാതാവുക. ഇതൊക്കെ അവരുടെ ഒരു വളർച്ചയായിട്ടാണ് കണ്ടത്. അതിലൊരെണ്ണം ശരിയാണ് കേട്ടോ, ഉപദേശം ഇഷ്ടമല്ലാതാവുക. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ കുട്ടികൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഉടനെ നിങ്ങൾ പാൽപ്പായസം അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അടുത്ത വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കുക. കാരണം എന്റെ വീട്ടിൽ പെൺകുട്ടി വലിയ കുട്ടിയായാൽ ഞാൻ ആഘോഷിക്കുന്നത് പോലെ ആൺകുട്ടികൾ വലിയ കുട്ടിയായെന്നുള്ള ലക്ഷണമാണത്. അത് ആഘോഷിക്കുകയാണ് വേണ്ടത്. അവനെ ഒരു വലിയ വ്യക്തിയായി കണക്കാക്കണം എന്നാണ്. അന്ന് മുതൽ കുട്ടികളോട് പെരുമാറുന്ന രീതി ഇപ്പം ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. ഇതുപോലെ ഇപ്പൊ ഞാനിപ്പോ എന്റെ 13ാമത്തെ വയസ്സിൽ ഇങ്ങനെ പപ്പയുടെ അടുത്ത് ഇങ്ങനെ ചൂടായിരുന്നെങ്കിൽ പാൽപ്പായസം അല്ല ഇഡലി സാമ്പാറും ഉണ്ടാവും എന്റെ വീട്ടില്. അതും മരണാന്തര ചടങ്ങ് കഴിഞ്ഞിട്ടുള്ള 7ാമത്തെ ദിവസമല്ലേ, ആ 16ാമത്തെ ദിവസത്തില് എന്റെ വീട്ടില് ഇഡലിയും സാമ്പാറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാട്ടുകാർക്ക് കഴിക്കാൻ. അത് 100%. അതിൽ ആ കാര്യത്തില് അത് സത്യമാണ്. എടാ ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു 3-4 വർഷമായിട്ട് കുടുംബം നോക്കണത് ഞാനാണ്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഡിസിഷനോ കാര്യങ്ങളോ മമ്മിയോട് പറഞ്ഞോണ്ടിരിക്കുമ്പോ പപ്പ അതുവഴി പോയാൽ എന്റെ ശബ്ദം താഴും.
ഞാൻ സത്യമായിട്ട് പറയണേ, എനിക്ക് പേടി അങ്ങേരെ ഇപ്പോഴും. എനിക്ക് പറയാൻ ഒരു മടിയില്ലടാ. എന്നെ അങ്ങേരെ ആയ കാലത്ത് മറ്റേ അങ്ങേരെ എനിക്ക് അങ്ങനെ കണ്ടാൽ തന്നെ ഞാൻ എന്റെ എല്ലാം ഇതാവുമായിരുന്നു. ഇപ്പോഴും ഞാനിങ്ങനെ മമ്മിയെ അടുത്ത്, മമ്മി അത് ചെയ്യണ്ട, ഇത് ഇങ്ങനെ ചെയ്താ മറ്റേ ഭീഷ്മയിലെ സീൻ കണക്ക് ലൈവിടാൻ സമയമായെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൈയൊക്കെ അടിച്ച് ഞാനിങ്ങനെ മേളിൽ പോരും. മനസ്സിലായി? ഇതാണ് ഞാൻ എന്റെ കാര്യം ഓണസ്റ്റായിട്ട് പറയണേ. ഇതാണ് ഞാൻ അത് എനിക്ക് ഈ പറഞ്ഞ സാധനം എന്റെ ഇതിനകത്ത് അങ്ങനെ വന്നിട്ടില്ല. സത്യമായിട്ട് പറയാലോ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ എല്ലാത്തിനും ഈ T47 പിള്ളേരെ വലിച്ചിടല്ലേ. അമ്മമാർക്ക് ദേഷ്യം വന്ന അമ്മമാർ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് സിറ്റിക്കകത്തിട്ട് അടിച്ച് പറിക്കുവേ. അടിയെല്ലാം കൊള്ളാടെ ഞങ്ങളാണേ. ഇത് എല്ലാത്തിനും ഇങ്ങനെ ഓരോ പറയല്ലേ അമ്മമാരെ. മനസ്സിലായ? അടിച്ചു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ കിട്ടും കേസ്. ഒരു സെക്കൻഡ് അണ്ണാ ബാബു. അച്ഛനില്ലാത്ത കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരായിരിക്കും, നിന്നെ പോലെ. തമാശയാ. അപ്പൊ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും അല്ലേ നിങ്ങളെ പോലെ? അതെന്തൊരു ഡബ്ബല്ലേ, ആ ഡബ് സൗണ്ട് കേട്ടോ നിങ്ങള്? അയ്യോ, കമലഹാസന് ഡബ് ചെയ്തേക്കുന്ന സൗണ്ട്. അപ്പൊ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും അല്ലേ നിങ്ങളെ പോലെ? എന്തൊക്കെ സാധനങ്ങള് കാണണം ദൈവമേ, ഒരു ദിവസം ജീവിച്ചു പോണമെങ്കിൽ. റിയലി എൻജോയ്ഡ് യുവർ RP ഓസം. റിയലി RP ലൈഫ് റിയൽ ലൈഫ്. റിയാക്ഷൻ മാത്രം ചെയ്തിരുന്നു സബ് കൂട്ടുന്ന സേച്ചുമാരി ലൈവ് കാണണം. പ്രശ്നമായാലും അവർക്ക് വിഷമാവൂല. എത്ര നാളുണ്ട് ലൈവ് ചെയ്യണത്? അമൽ ട്യൂറ്റൂടെ അവനിവിടെ കണ്ട കിക്ക് ചെയ്തേക്കണേട്ടാ. ഇവര് അടിപൊളിയായിട്ട് RP ചുമ്മാ പറഞ്ഞേട്ടാ. അവളിപ്പോ റെഗുലർ ആയിട്ട് RP കളിക്കണ കൊച്ചാണ് നമ്മുടെ റൈറ്റ് ബോക്സ്. സത്യമായിട്ട് കീരിയാണെങ്കിലും ഈ കൊച്ചാണേലും നന്നായിട്ട് RP കളിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഫ്രീ ആയി കഴിയുമ്പോൾ ഡൈനാ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയുണ്ട്, റാഷ, നമ്മുടെ സെർവർ കളിക്കുന്നത് പുള്ളിക്കാരി. ഇന്നൊരു RP ഇട്ടുണ്ട്, നിങ്ങളൊന്ന് ഫ്രീ ആകുമ്പോൾ കണ്ടു നോക്കണം കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ ചെയ്തേക്കുന്ന ആർക്ക് കണ്ടു നോക്കണം കേട്ടോ. ഒന്നുമില്ല. ടർഫ് പ്ലാൻ ചെയ്യാൻ വിളിച്ചിട്ട് 2 ദിവസമായിട്ട് ആളെ സത്യം ബോളിന്റെ വിഷമം തിരക്കാൻ വേണ്ടിട്ട് പുള്ളി സിറ്റി ആക്റ്റീവ്. ഞാൻ ഇതിനെ വിളിച്ചപ്പോ സെർവറിന്റെ കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു തോന്നുന്നു പുള്ളി 2 ദിവസമായിട്ട് സെർവറിൽ ചെയ്തോണ്ടിരിക്കണേ. ബോൾ എന്തിനാ വിഷമിക്കണേ? ഇത് എന്റെ സിനിമാറ്റിക്സിൽ പുള്ളി എന്നോട് പറഞ്ഞ ഡയലോഗാണ്. മനസ്സിലായ? പറയുന്നത് ഞാനൊരു എനിക്കൊന്ന് കാണിച്ചു തരാൻ പോലും പറഞ്ഞിട്ട് അവര് കാണിച്ചു തന്നില്ല. അവസാനം അവര് കാണിച്ചു തരാന്ന് പറഞ്ഞു. എനിക്ക് ദൂരത്തുനിന്നെങ്കിലും ഒന്ന് കണ്ടാ മതി. സിറ്റിയിൽ അറിഞ്ഞില്ലേ ആള് ക്യാരക്ടർ ഉണ്ടാക്കി പോയി. ഇവര് കൊറേ മരണമുണ്ട് കേട്ടോ സിറ്റിയില്. എനിക്ക് ആളൊന്ന് കണ്ടാ മതി. എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണ് വേണം. കണ്ടോ പറയണേട്ടോ, സിറ്റിയിൽ RP ഇല്ലെന്ന് ആരാടാ പറഞ്ഞത്? അല്ലേ, സിറ്റിയിൽ RP ഇല്ലെന്ന് ആരാടാ പറഞ്ഞത്? കാണിച്ചേരാ RP ഇത്. എന്തുവായാലും ഇത് എങ്ങനെയാടാ നിസ്സാര കാര്യമൊന്നും ഇങ്ങനെയുള്ളവരൊക്കെയാണ് താങ്ക് യു. നല്ലൊരു ഫീച്ചറുണ്ട് കൊച്ചിന്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ കളിക്കുന്ന RP ആണെന്ന് ഞാൻ ആലോചിക്കും. നമ്മളിപ്പം ഒറ്റയടിക്കല്ല നമുക്ക് കിട്ടണമെന്നില്ല. നമുക്കും ഒരു ഇത് വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതെ, ഞാനും എന്റെ പെണ്ണ് വരാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. കാത്തിരിക്കുന്നുണ്ട് ഒരു കൊച്ച് സിറ്റിയില്. ഞാൻ ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനും കമ്മിങ് സൂൺ. കഷ്ടപ്പെടണം. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു, നന്നായിട്ട് കഷ്ടപ്പെട്ടു. ബട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് ഇപ്പോഴായിരിക്കും കിട്ടുന്ന. ഞാൻ ഒരു സത്യം പറയാൻ പോണ്. ഇനിയിപ്പോ അടി കിട്ടിയാലും വേണ്ടിയില്ല. ഞാൻ സത്യം പറയണം. എന്റെ പൊന്നും ക്യൂട്ടി പോയി മോളെ.
റിയൽ ലൈഫിലും എനിക്ക് സമാധാനം കിട്ടിട്ടില്ല. കുറച്ച് ദൂരം സന്തോഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിറ്റിയിലൊക്കെ കയറുന്നത്. മനസ്സിലായോ? ഞാനിവിടെയെങ്കിലും കുറച്ച് സന്തോഷവും കെയറിങ്ങും ഒക്കെ ഞാൻ അനുഭവിച്ചോട്ടെ. എന്നെ വെറുതെ വിടൂ പ്ലീസ്. റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ്, വെറുതെ വിടൂ. വാങ്ങിച്ചെടുത്താ സെറ്റ്. വോട്ടറെ മേടിക്കൂലല്ലോ, കൊന്നാലും ഞാൻ വോട്ടർ മേടിക്കൂലല്ലോ. അല്ല പിന്നെ അന്തസണ്ണ ന്യൂ കോൾ അൺലോക്ഡ്. എല്ലാത്തിനും ചാറ്റി കിടന്ന് കൊണയടിക്കുന്നവർക്കാണ് ഇത്. ഇടിച്ചു നിന്റെയൊക്കെ. ഓക്കെ പരുന്ത് വാസു. ഓക്കെ ബ്രോ, സൂപ്പർ ബ്രോ. അന്തസണ്ണ ന്യൂ കോൾ. പുതിയ കോള് വന്നാ? അല്ല ഞാൻ വിളിക്കുന്ന ഇയാളല്ലേ വിളിക്കാൻ പറഞ്ഞത്. അടിയും കൊള്ളും കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക് എന്ന് പറയുമ്പം ഞാൻ വിളിക്കുമെന്ന് പറയും. അല്ല സാറേ, ഉത്തർപ്രദേശിലെ കാര്യം ചോദിക്കാനാണ്. ഉത്തർപ്രദേശിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത്? ഹലോ, ഉത്തർപ്രദേശിൽ എന്താ ചെയ്യണ്ട ഇവരെ. ഹലോ, ഉത്തർപ്രദേശിലാണെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അപ്പൊ സാറിനൊന്ന് ഇടപെട്ടൂടെ? പാവങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ. എവിടെ വീട്? ഞാൻ മണിപ്പൂരിൽ നിന്നാണ്. മണിപ്പൂർ? ഓ, മണിപ്പൂരിലാണോ ഇയാള് ഉള്ളത്? ഓ, ഇയാളെ പേരെന്താ? എന്റെ പേര് ഭഗത് സിംഗ്. ഭഗത് സിംഗോ? ഓ, നാട്ടിലെവിടെയാ? അയ്യോ, ഞാൻ ഈ സ്ഥലം അറിയില്ല സാറേ. ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ല. നാട്ടിലെവിടെ? കേരളത്തിലെവിടെയാണെന്ന്? ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല. ചില്ലറ കഴിയാണോ? നിന്റെ അച്ഛനെ അറിയാവോ? അതാരാ? നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ? തിരിച്ചൊന്നിടോ അളിയാ, തിരിച്ചൊന്നിടോ. തിരിച്ചൊന്നിടോ. നാട്ടിലെവിടെ? കേരളത്തിലെവിടെയാണെന്ന്? ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല. നിനക്ക് നിന്റെ അച്ഛനെ അറിയാവോ? അതാരാ? നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ? പിന്നെങ്ങനെയാ നീ കേരളം അറിയുന്നത്? നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവോ? ഫാദർ. കോൺ സാ ഫാദർ? ഓടാ. പറഞ്ഞു. അവസാനം പറഞ്ഞേട്ടാ പോടാ. ഇവനൊക്കെ ധൈര്യം നോക്കടാ. ഇവന്മാരെല്ലാം ബൂത്തിന്നായിരിക്കും വിളിക്കണേ. പിന്നല്ലേ. എന്നാലും CCTV അതൊക്കെ ഉണ്ടാവൂലടാ. ഇവരെ ഒന്ന് വെറുതെ വിടരുത്. ഇവരെയൊക്കെ പിടിച്ച് അടിക്കണം. ഇവരെയൊക്കെ പിടിച്ച് ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് അവിടെ വർത്താനം പറയണേ. സുഖമല്ലേ കിട്ടണേ. ഇത് ഒറിജിനൽ ആണോ ശരിക്കും ഗൈസ്? അതൊരു MLA സത്യല്ലേ? ഇവന്മാർക്കൊക്കെ എന്തൊരു ധൈര്യമായിരിക്കും. ഒരു MLA വിളിച്ചിട്ട് ഇമ്മാരി വർത്താനം പറയണമെങ്കില്. പോടാ. അടിപൊളി. ഹായ് ഗൈസ്, ഇതാണ് ഓലയുടെ ഏറ്റവും പുതിയ ഡയമണ്ട് ഹെഡ് ഇലക്ട്രിക് സൂപ്പർ ബൈക്ക്. സത്യല്ലേ? ഇവിടുന്ന് കണ്ടപ്പോ ഹായ് ഗൈസ്, ഇതാണ് ഓലയുടെ ഏറ്റവും പുതിയ ഡയമണ്ട് ഹെഡ് ഇലക്ട്രിക് സൂപ്പർ ബൈക്ക്. 2023 ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ അവർ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് പ്രൊഡക്ഷൻ റെഡിക്ക് മുമ്പുള്ള വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു കോൺസെപ്റ്റ് മോട്ടോർ സൈക്കിളാണിത്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്യുന്നത് 2027 ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 ലക്ഷത്തിലായിരിക്കും. അപ്പൊ അത് ഓൾറെഡി ഓല ഇന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കും. 5 ലാഖിന് എവിടെ പോവാ നമ്മള്? 5 ലക്ഷം രൂപ വണ്ടിയോ? 5 ലക്ഷമൊക്കെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. 0 to 100 എത്താൻ ജസ്റ്റ് 2 seconds മാത്രം മതി. ഒരു ഡുകാറ്റി പനിഗാലി എന്റെ അമ്മ, 0 to 100 2 സെക്കൻഡോ? 2 സെക്കൻഡ് അടിയാ. മരിച്ചു. അങ്ങനെ നമ്മള് സ്വർഗത്തിലും പോവാം. സ്പീഡാണ്. ആക്സിലറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഭീകര പവർ ഡെലിവറി ആയിരിക്കും. ആക്റ്റീവ് ആയിട്ടുള്ള എയറോഡൈനാമിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്.
ഹബ് സെന്റേഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതായത് ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ സെറ്റപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇറങ്ങുന്നത്. എഡാസ് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് വിത്ത് ആക്റ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ടാണ്. അതുപോലെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും ആക്റ്റീവ് എർഗണോമിക്സും അഡാപ്റ്റീവ് സസ്പെൻഷൻ സെറ്റപ്പും അൾട്രാ ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ ഇതിന് ഒരു ഫീച്ചേഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുമായിട്ടാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഹെഡ്ലൈറ്റ് ആടാ ഇത്. ഹെഡ്ലൈറ്റ് ഇല്ലെന്ന് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിമിംഗലം ഒരു കുതിരയെ പോലെ ആയ പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാനേ പറ്റത്തില്ല. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് വീഡിയോയിലും ഫോട്ടോയിലും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാനായിട്ട് വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. 10 ലക്ഷം രൂപയുടെ സീനാന്റെ അടുത്ത ആളാ പറയണേന്നോ? ബ്രോ ഞാൻ അങ്ങനെയല്ല പറയണേ. ഓല പോലത്തെ ഒരു കമ്പനിയുടെ പെട്ടെന്ന് ഇത്രയും വലിയൊരു റേഞ്ചിലുള്ള ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ്. ഞാൻ 0 to 100 in 2 seconds എന്ന് പറഞ്ഞാൽ അത് എന്താ? റോഡ് ലീഗലാണോ? എനിക്കറിഞ്ഞൂടാ. പിന്നെ റോഡ് ലീഗൽ അല്ലാത്ത സാധനം എങ്ങനെ വിൽക്കും? എടാ പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാം. ഈ കാണാൻ കൊണച്ച ഷേപ്പിൽ ഇരിക്കുന്ന വണ്ടികൾക്കൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ കിടില എയറോഡൈനാമിക്സ് ഉള്ളത്. ഇല്ലല്ല അങ്ങനെ ആവൂല കൈസ്, അങ്ങനെ ആവൂല. അത് എത്ര ഇഷ്ടംപോലെ സമയമുണ്ട്. എനിക്ക് ഒരു മിനിറ്റ് ഉണ്ടോ? This combo is good. ഇത് എന്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ഗൈസ്. നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടായിരുന്നോന്ന് എനിക്ക് അറിഞ്ഞുവിടാ. ഞാൻ രണ്ടുപേരുടെ ഫാനാണ്, വിജയ് സൂര്യ, അങ്ങനെ എനിക്കൊരു ഇതൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറയാണ്, ഈ പടത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ രോമാഞ്ചം. അതായത് ഒന്നാമതേ ലാലേട്ടന്റെ ഫാൻ ബേസ് അറിയാം, വിജയുടെ ഫാൻ ബേസ് എല്ലാവർക്കും അറിയാം. ഇത് രണ്ടുപേരുടെ മിക്സ് ആയിട്ട് ഒരു തിയേറ്ററിനകത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും? എന്റെ അമ്മോ, ഞാൻ ആ തിയേറ്ററൊക്കെ നിന്ന് കത്തി അതുപോലെയായിരുന്നു ആ സമയത്ത്. പറയാതിരിക്കാൻ വയ്യ. എനിക്കൊട്ടും വയ്യടി ബേബി, മേലാകേദന ഇടക്കിടക്ക് വിളിച്ചുടേ നീ എന്ത് സാധന ബേബി, നീയാണ് ജോഡി, നീയില്ലെങ്കിൽ പേടി. ഹേ ബേബി, ഈ തക്കുടൂനെ തനിച്ചാക്കി പോയക്കല്ലടി ബേബി, നീയില്ല ജീവിതമില്ല കന്യാ ബേബി, നീയില്ല ജീവിതം കാറ്റത്തലയും പഞ്ഞാ. എന്നിട്ട് ലാസ്റ്റ് എക്സ്പ്രഷൻ കണ്ടായിരുന്നോ? സത്യം നാക്ക് വെച്ചെന്തര കാണിച്ചു. എന്നിട്ട് ഇപ്പൊ കാണിക്കുന്ന കാണണം, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ അഭിനയം. ഇതൊക്കെ എക്സിസ്റ്റൻസിന് വേണ്ടി ചെയ്തു പോയ കാര്യങ്ങളല്ലേ? ഇപ്പൊ എന്താ എക്സിസ്റ്റൻസ് വേണ്ടേ? ഇപ്പൊ ന്യൂസെൻസ് ആയോ എക്സിസ്റ്റൻസ് ഒക്കെ? എനിക്കിപ്പോ അത് പറ്റണില്ല. രാത്രി വാച്ച് നല്ല ഇടി ഇടിക്കുന്നുണ്ടല്ലേ? അതല്ല, അതുകൊണ്ടൊന്നും അല്ല. ഞാൻ പറയാം നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിലായി വളയ്ക്കുന്നത് വരെ, വളച്ച് നമ്മുടെ റിലേഷൻഷിപ്പ് സെറ്റായി അല്ലെ കല്യാണമൊക്കെ നടക്കുന്നത് വരെ നമ്മൾ ഒരു ദിവസം 14 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ വിളിക്കും, ഫോണിൽ സംസാരിക്കും, എഫേർട്ട് ഇടും, കാണാൻ പോവും. ഇതൊക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതാണ്, മനസ്സിലായ? കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ സെറ്റ് ആയതിനു ശേഷം അതൊക്കെ അങ്ങ് കുറയും, മനസ്സിലായ? കുറയും. കുറയുന്നതിൽ തെറ്റില്ല, പക്ഷെ ഇല്ലാണ്ടാവരുത്. അതുപോലത്തെ ഒരു സാധനമാണ് ഇത്, മനസ്സിലായ? അന്ന് ഞാൻ ഇവിടെ വളയ്ക്കാൻ വേണ്ടി നടക്കുമായിരുന്നു, മനസ്സിലായ? വളച്ച് സെറ്റാക്കി ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴല്ലേ പന്നിപ്പുണ്ടേ പന്നിത്തോട്ടവും ഇതെല്ലാം പിന്നെയാണ് വരുന്നത്, മനസ്സിലായ? അത് വന്നു കഴിഞ്ഞാണ് ഞാനിങ്ങനെ മാറിപ്പോയത്. എന്തിനും ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ അത് പറഞ്ഞപ്പോഴാ നിന്റെ കോഴിക്കടക്ക് എന്തായി? കുഴപ്പമില്ല, ഞാനിപ്പോ കാറ് കഴുകിയിട്ടതേ ഉള്ളു, എന്റെ പുതിയ കാറ് ബുഗാട്ടി. പബ്ജിയില് ബുഗാട്ടി കിട്ടിയല്ലേ? ഒന്ന് കറക്കി നോക്കിയേ. നിനക്കൊക്കെ എങ്ങനെയാണ് 2000 രൂപയൊക്കെ? ഇല്ലടാ, ഞാൻ കറക്കണില്ല. കറക്കി ചിലപ്പോ എനിക്ക് കിട്ടിയില്ല, വിഷമമാവും. ഞാൻ വീണ്ടും പൈസ ഇറക്കും. വേണ്ട, എനിക്ക് ബുഗാട്ടി വേണ്ട. ഞാൻ നിങ്ങളുടെയൊക്കെ ബുഗാട്ടിയൊക്കെ ഓടിച്ച് ഞാൻ പയ്യ സൈഡിൽ കൂടെ ഒക്കെ പോക്കോളാം. എനിക്ക് സ്കിന്ന് വേണ്ട പബ്ജി പിസിയില്. സ്ഥിരമായിട്ട് 2000 രൂപയ്ക്ക് കിട്ടിയ 2000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പാണോ? 2000 രൂപയ്ക്ക് കിട്ടും, ഉറപ്പാ.
ഉറപ്പാണോ? ഞാൻ പറയുന്ന രസീത് കിട്ടും. അത് കിട്ടും. ഞാൻ 2000 രൂപ 2000 രൂപ. 2000 രൂപയ്ക്ക് ഞാൻ പെട്ടി തുറക്കട്ടെ. 2000 രൂപയ്ക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ആ കിട്ടിയില്ലെങ്കിൽ അണ്ണാ 2000 എന്ന് പറയുമ്പോ ചില്ലറയും കൂടെ തരും കേട്ടോ. 2300 ചില്ലറ. അത് വേണ്ടേ. അല്ല 2300 ചില്ലറ അത്രേ ഉള്ളൂ. അണ്ണാ 300 രൂപ ഹൗസായിട്ട് വരും. അണ്ണാ 2000 രൂപ ഇട്ടാ മതി. ബാബു എനിക്ക് 2300 തരുമല്ലോ. 2300? പിന്നെ ഇത് ഓണം കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. ഓണം കഴിഞ്ഞിട്ട് കടമായിട്ട് വെച്ചിരുന്നാ ഞാൻ തരാം. ഓണം കഴിഞ്ഞ തരാം. ഇല്ല പിന്നെ കറക്കാം. ഇന്ന് വേണ്ട പിന്നെ കറക്കാം. നമുക്ക് ഇന്നായിരുന്നെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ക്യാഷ് ബാക്ക് ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. വേണ്ട പബ്ജി ലൈവ് കറക്കാം. ഞാൻ ചോദിക്കുന്നോണ്ട് നിങ്ങൾ ആരും എന്നെ തെറി വിളിക്കരുത്. ഇത് ആരെന്നറിയാ കളിയായികളെ? ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ. നിന്റെ വീട്ട് ഊമ്പനല്ലേ? ഞാൻ മനസ്സിലായേ. അണ്ണാ ചോര് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം. ഇതും എന്താണ്? ഏതൊക്കെ ടീമാണ് ഇവര്? അത് സ്പെയിനും ഇത് പോർച്ചുഗലും. ഇത് പോർച്ചുഗലാണ്. ഇത് സ്പെയിൻ. അല്ല അപ്പുറത്തെ ഇത് പോർച്ചുഗല്. ഇത് സ്പെയിൻ. പിന്നെ ആണോടാ? സംശയമില്ല 100%. അല്ല എസ് കണ്ടില്ലല്ലോ. ഞാൻ ടേബിളിൽ വെക്കുമല്ലോ. മലയാളിയല്ലേ? അവൻ ആരാടാ ലോങ് റേഞ്ചർ അടിച്ച് കേട്ടണുണ്ടോ? അവൻ അത് പിക്കു. പുള്ളിയുടെ തൊട നോക്കിയോടാ. എന്റെ അമ്മ ഇത് എന്തിനു വെട്ടി വെച്ചിരിക്കണ? ഇത് ഇത് കട്ടിങ്സ് ആണ് ഇത്. അപ്പൊ അതുകൂടി ഇങ്ങനെ ചെത്തി കിടക്കും. എന്റെ അമ്മ നോക്ക് തൊട ഉണ്ടാക്കിയറേ. നല്ല തൊട. നിക്കണ നിപ്പ് കണ്ടോ? ചറഞ്ഞിട്ട് രോമാഞ്ചം വന്നല്ലേ ആ സീൻ. കണ്ടോടാ അത്? ഇതുണ്ടോ? ഇത് എന്റെ അമ്മ അവസാനം എടാ ഇപ്പൊ എടുത്തത് പെനാൽറ്റി അല്ലല്ലോ, ഫ്രീ കിക്ക് അല്ലേ? അല്ലല്ലേ എനിക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ കെവിനെ? അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്ന പോലെ നടിക്കരുത്. ചോദിച്ചു മനസ്സിലാക്കണം. മനസ്സിലായി? ഞാൻ ഫുട്ബോൾ കാണുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് അറിയാത്ത കാര്യം ഞാൻ ചോദിച്ചു മനസ്സിലാക്കണു. അത്രേ ഉള്ളൂ. അതിൽ മടിയുള്ളവന്മാര് മറ്റേ നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കണ കുണ്ണുകളാണ് ഏറ്റവും വലിയ. മറ്റേ എല്ലാം അറിയാവുന്നത് പോലെ ഇരിക്കുന്ന കുറെ കുണ്ണുകളുണ്ട്. മനസ്സിലായി? എനിക്ക് ലോകത്തുള്ള എല്ലാം അറിയാം. എന്താ സംശയം ചോദിച്ചാ തെറ്റ് പോടാ അവിടുന്ന്. അവന്റെയൊക്കെ ഞാൻ കാണത്തില്ല. അവിടെ ചോദിച്ചത് This William and Suraj. ദശമൂലം താമോ എന്ത് ക്യാരക്ടറാണ് ഇത്? എന്ത് ക്യാരക്ടറല്ലേ? ആ സമയത്ത് കൊറേ ക്രിഞ്ചാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ആ ക്യാരക്ടറിന്റെ വൈബ് കിട്ടുന്നത്. അല്ല ഇത് ദശമൂലം താമോ അല്ലേ? ഇത് ആ ക്യാരക്ടർ അല്ലേ ഇത്? അതന്നെ. ഹലോ ഏതവനാണ് ലോറി കത്തതെന്ന് മലയ്ക്ക് ദൂരം കിട്ടിയിട്ടുണ്ട്. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ. വണ്ടി എടുക്കടാ. അവനാ ശുഷ്കാന്തി കണ്ട പോലെ. ശരി പോയാള് വൃത്തികിട്ടവനെ, നീ എന്തിനാണ് അവന്റെ സുസ്കാന്തി നോക്കി? മാപ്പൊന്നും പറയണ്ട. അപ്പൊ സീനല്ലേ? സൗണ്ട് എഫക്ട്സ് ഒക്കെ മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു പിടിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും പിടിച്ചു നിന്നതാ. മുതലാളി എന്നോട് ക്ഷമിക്കണം. ദാം ഒരു കോമഡി പീസ് തന്നെ.
ഓക്കെ ഗുഡ് മോർണിംഗ് സാർ. ഏയ് എന്താ വെറും മോർണിംഗ് ഗുഡില്ലേ? അതങ്ങനെ സാറിന്റെ ബാഡ് മോർണിംഗ് തുടങ്ങുകയല്ലേ? ഈ ഡ്യൂട്ടി പിള്ളേരല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആരുമില്ലേ ഞങ്ങളോട് മത്സരിക്കാൻ? സെബാസ്റ്റ്യൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പടം നിങ്ങളെല്ലാവരും കണ്ടാണോന്ന് അറിഞ്ഞൂടാ. ഇതിനകത്ത് ദിലീപ് ലാസ്റ്റിലത്തെ ഓട്ടം ഇല്ലേ, 100 മീറ്റർ ഓടാൻ ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുത്തു. മനസ്സിലായേ? ഞാൻ ലാസ്റ്റ് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് എങ്ങനെയും പുള്ളി ഫിനിഷിംഗ് പോയിന്റിൽ എത്തണേന്ന്. ലാസ്റ്റ് സീൻ ഇജാതി സ്ലോ മോഷൻ ആണ്. മനസ്സിലായ? പുള്ളി 1/2 മണിക്കൂർ എടുക്കുമോ എടുത്താൻ. പക്ഷെ പടം ഭയങ്കര കിടലുമാണ്. നല്ല ഫിലിമാ. നല്ല കുറെ കോമഡി സീനുണ്ട്, കുറെ ഇതുണ്ട്. നമ്മൾ ആ സമയത്ത് കാണുമ്പോ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഭയങ്കര വിഷമവും മറ്റേ വാഷി ഇതെല്ലാം വരുമായിരുന്നു. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. ആ മറ്റേ കമോണില്ലേ, ആ സാധനം അത് 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാ. അപ്പോ അർജുന്റെ സ്റ്റാർട്ടിംഗ് പിഴയ്ക്കണം. അവന്റെ തുടക്കം പിഴച്ചാ പിന്നെ രാഹുൽ ജയിക്കാൻ എളുപ്പമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കന്ന് ചാമ്പ്യനാണ് ആയേ പറ്റൂ. നൈസ് നൈസ് നൈസ്. കാലിനെന്തോന്ന് കിട്ടിയളിയ? എന്താ കാലിന്? അത് നീ പടം കണ്ടാലേ മനസ്സിലാവണോടാ. കാലിന് ഒരു വെട്ട് കിട്ടും. വെട്ട്. ഈ ആടൊക്കെ ഓർമ്മയുണ്ടോ? ട്രെയിനും ലോറിയും പഴപൊരിയായി തിന്നിതാ, കൂട്ടം തെറ്റിപ്പോയൊരു പെണ്ണിനെ പിടികൂടിതാ. ഇപ്പൊ കണ്ടോ, ഇവൻ ഗമ്മോൺ സ്വീങ്കം മാത്രമേ കഴിക്കൂ. ആട്ടം ആടി ഞാൻ, ഡിസ്കോ സ്റ്റെപ്പും ഇട്ടു ഞാൻ. 60s കാലം മുതൽ ഈ സമയം വരെയുണ്ടാ. കമോണിന്റെ ടേസ്റ്റടാ, ലോങ് ലാസ്റ്റിംഗ് ടേസ്റ്റടാ. കമോൺ ആട്ടം പോരെയോ, ഇനിയും വേണ്ടയോ? കമോൺ പുതിയ ഗമോൺ സ്വീങ്കം. ഇതിന്റെ ഫ്ലേവർ ലോങ് ലാസ്റ്റിംഗ്. കമോൺ. അത് കോൺഗ്രസ് അല്ലായിരുന്നു, അംബാസഡർ ആയിരുന്നു കേട്ടോ. അംബാസഡർ. നിക്കോണിനെ കൊട്ടാരക്കര വെച്ചേ പറയല്ലേ. നിക്കോണിത് നമ്മുടെ കൂടെ മറ്റേ ഇതിന് പറഞ്ഞിട്ട് ചിരിക്കളിയാ, നമ്മളും ചിരിക്കാൻ. നിക്കോൺ ഇത് നമ്മളോട് മറ്റേ കൊച്ചിന് മറ്റേ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് നിക്കോണിന്റെ അക്കൗണ്ടിലായിരുന്നല്ലോ ഇത്. നിക്കോൺ ഇത് പൈസ കൊടുക്കാൻ വേണ്ടി കൊട്ടാരക്കരയിൽ വന്ന സമയത്ത് കൊട്ടാരക്കരയിൽ എത്തിയപ്പോ സ്റ്റാൻഡിൽ വെച്ചൊരണ്ണനെ ഇവിടെ അടുത്ത് ലോഡ്ജില് റൂം ഉണ്ട്, നീ വരുന്നോന്ന് പറഞ്ഞ് തോളത്ത് കയറി പിടിച്ച്. സീരിയസ് ജീവനം കൊണ്ട് ഓടി. ഇവൻ പോലീസിനെ വിളിച്ച്. സീരിയസ് ആയിട്ടോ? ഇവിടെ അടുത്ത് റൂമുണ്ട്, 201 വന്നാ മതി, ഫുഡൊക്കെ വാങ്ങി തരാം. പൊളിച്ച്. അപ്പൊ നിന്റെ പൈസ ഫുഡാണല്ലേ? അപ്പൊ നീ റൂമിലൊക്കെ പോയല്ലേ? കറക്റ്റ് റൂം നമ്പറൊക്കെ അറിയാം. പറഞ്ഞോണ്ട് അല്ല, ഞാൻ ജീവൻ കൊണ്ട് ഓടി. എടാ സത്യം പറഞ്ഞ ആമ്പിള്ളാർക്ക് പോലും ഇത് നിങ്ങൾ ഫൺ, അപ്പാർട്ട് ഫ്രം ദ ഫൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആമ്പിള്ളാർക്ക് പോലും വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. തമാശ ഇതിനകത്ത് ഫൺ എലമെന്റ് വിട്ടോ, അത് കഴിയുമ്പോ ഉള്ളത് ഇത് ആലോചിച്ച് നോക്കിയേ. ആമ്പിള്ളാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഡാർക്ക് സിറ്റുവേഷൻ അല്ലേ? ബസ്സിൽ പോകുമ്പോ ഓരോരുത്തന്മാര് ജാക്കി വെച്ചോണ്ട് വരും, ഓരോ കളവന്മാര്. വെച്ചതാ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആലോചിക്കാൻ പോലും പോയ 4 പാൻറ്റൊക്കെ ഇട്ട് ഇറങ്ങി കേട്ടോ എല്ലാരും. 60 രൂപ മെയ്രീഗോ. 1 കിലോ ആപ്പിൾ ബാക്കി താൻ പറ്റും. ഇത് 70 രൂപയുണ്ട്, ബാക്കി വെച്ചോ. 80 രൂപ ബാക്കി വെച്ചോ. 1 കിലോ ആപ്പിൾ 80 രൂപ. 1 തരം 2 തരം 100 രൂപ. ഒരു ആപ്പിൾ 100 രൂപ. 100 രൂപ. 1 തരം 2 തരം 150 രൂപ. 150 രൂപ. 1 തരം 2 തരം 200 രൂപ. 1 കിലോ ആപ്പിൾ 200 രൂപ. 1 തരം
തരം 1000 രൂപ. 1 കിലോ ആപ്പിളിന് 1000 രൂപ. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, 1 കിലോ പെട്രോളിന് 1000 രൂപ. ആപ്പിൾ 1000 രൂപ. 1 തരം 2000 രൂപ. ഈ കടക്ക് എന്ത് വിലയാ വരിക? ഈ കടക്ക് എന്ത് വില വരുമെന്ന് ഗോൾഡൻ മൊമെന്റ്സ്. പബ്ജിയെ പറ്റി പറയുമ്പോ എനിക്ക് ഫസ്റ്റ് ഓർമ്മ പറഞ്ഞ കാസ്ട്രോയുടെ സ്ട്രീം ഏത് സോൾ കാസ്ട്രോയുടെ അല്ല, ഇഗ്നേറ്റ് കാസ്ട്രോയുടെ സ്ട്രീം. കാസ്ട്രോയുടെ കൂടെ സ്പൈയോപ്പിയും പാബ്ലോ ഗെയിമിങ്ങും ഡോക്ടർ ഗെയിമിങ്, ഇവര് 4 പേര് ഒരുമിച്ചിട്ടുള്ള സ്ട്രീം. അതൊരു എന്റർടൈനിങ് സ്ട്രീം ആയിരുന്നു. അതേസമയം തൊട്ടപ്പുറത്ത് എനിക്ക് തോന്നുന്നത് ഒരു മലയാളിക്ക് ഈ സ്പോർട്സ് പ്ലെയർ ആകാൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്ത ഗ്രനേഡിംഗ് സ്പെഷ്യലിസ്റ്റ് ആയ ബ്ലൈൻഡ് സൈക്കോയുടെ സ്ട്രീം. ഇതേ ബ്ലൈൻഡ് സൈക്കിന് ഒരുത്തം വന്ന് TDM നല്ല രീതിയിൽ തോപ്പിച്ചു. എന്നിട്ട് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു TDM കിങ് എന്നുള്ള ടൈറ്റിൽ കൊടുത്ത ഹാരി TDM. ഈ ഹാരി TDMത്തിനെ ഒരു പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ട് പോയിരുന്നേ മർസികള്. ഇതൊക്കെ നടക്കുന്നിടയിൽ ഏഷ്യൻ സെർവറില് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നിട്ട് കേരള നമ്പർ 1 പേരിട്ട സൈക്കോപ്പി. ഇതൊക്കെയായിരുന്നു പബ്ജിയുടെ ഗോൾഡൻ മൂമെന്റ്സ്. എന്താലേ. പക്ഷെ ഇതിനകത്ത് മിസ് ഔട്ട് ചെയ്ത കുറച്ച് ആൾക്കാരെ ഞാൻ എടുത്തു പറയട്ടെ. ഒടിയൻ, സെബൂട്ടി ഗെയിമിംഗ്, ബാബ ഗെയിമിംഗ്, ഇവർക്കൊക്കെ സെപ്പറേറ്റ് ഫാൻ ബേസ് വേറെ ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സെബൂട്ടി ഉണ്ട്, കേരള ബോയ്, ഗോഗു, മനസ്സിലായ? ഇങ്ങനെ കുറെ പേരുണ്ട്. എന്ന് വെച്ചാ അത് സ്ട്രീമിംഗ് എന്നുള്ളൊരു സാധനമല്ല. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ കാസ്ട്രോ, ഗോഗു അവരൊക്കെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് സൈക്കോ ഒന്നും ഇല്ല. സൈക്കോ ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്, മനസ്സിലായി? സൈക്കോ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഞങ്ങളെല്ലാവരും അത് കഴിഞ്ഞിട്ടാ വന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് വരുന്നത് നമ്മളെല്ലാവരും. ഈ എക്സ്പെയിനും സൈക്കോ നിക്കൊക്കെ ഗൈസ് പിന്നീടാ, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ, മനസ്സിലായി? പിന്നീടാണ് അവരൊക്കെ വരണേ. അവരൊക്കെ ബ്ലൈൻഡ് ആയതിനു ശേഷമാണ് അവരൊക്കെ വരുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ആയിരുന്നു ടോപ്പ് ക്രിയേറ്റേഴ്സ്. കാസ്ട്രോ, ഗോഗു, കണ്ടന്റ് ഉണ്ടാക്കുന്ന കേരള ബോയ്, തൊപ്പി എന്നൊക്കെ പറഞ്ഞാൽ അവൻ അങ്ങനെ ലൈവ് ഒന്നും ഇടത്തില്ലല്ലോ, ഇടയ്ക്ക് വീഡിയോസ് ഇടുക മാത്രമേ ഉള്ളായിരുന്നു. സ്ട്രീം ചെയ്യണതൊക്കെ ഇവരൊക്കെ ആയിരുന്നു. കാസ്ട്രോയും ഗോഗു ഒക്കെ ആയിരുന്നു സ്ട്രീമേഴ്സ്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാ പിന്നെല്ലാരും വരണേ. പിന്നെല്ലാരും ഓരോരുത്തരായിട്ട് വരണത് അന്നേരമാണ്. എന്ത് കിടിലമായിരുന്നല്ലേ, എന്തൊക്കെയായിരുന്നു ടോക്സിസിറ്റി, അടിക്ക് അടി, കളിക്ക് കളി, എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ്. നീ ലൈവ് കാണാം, ബാക്കി ഇവിടെ കണ്ടോണ്ടിരിക്കണ എല്ലാവരും ഇത് കണ്ടോണ്ടിരില്ലേ ഇത് കാണണ്ടേ. അപ്പൊ പോയിട്ട് സിറ്റിയിലുണ്ടാവും.